ഹലോ ഹെൽക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നും നല്ലൊരു അടിപൊളി മഴയോട് കൂടിയാണ് ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറേ നാളായി ഒരു ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ എടുത്തിട്ട്, അപ്പോൾ ഞാൻ ഇന്നോർത്ത് ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. വീഡിയോ എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഫുള്ള് ഹോസ്പിറ്റൽ കേസും പനി മേളമൊക്കെ ആയിരുന്നു. ആദ്യം പപ്പയ്ക്ക് വന്നു, പിന്നെ ഡോണുവിന് വന്നു, പിന്നെ വീണ്ടും പപ്പയ്ക്ക് പനി പിടിച്ചേക്കാണ്. അപ്പോൾ പപ്പ ഫുൾ റെസ്റ്റിലാണ്, ഒരു 1 വീക്ക് റെസ്റ്റ് പറഞ്ഞേക്കാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ മാക്സിമം നോക്കുക. നമ്മൾ എന്തോരം ശ്രദ്ധിച്ചാലും ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാബോറ് ക്ലൈമറ്റാണ്. കാര്യം നമുക്ക് തണുപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എന്താ പറയുക, അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വൈറൽ ഫീവറും H1N1 അതേപോലെ ഡെങ്കു അങ്ങനെ എല്ലാം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നൊരു ഇച്ചിരി വെയിൽ കണ്ടിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനായിട്ട്. ഞങ്ങൾക്ക് അല്ലറച്ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ ഗൈസ്. പപ്പയ്ക്ക് പനി ആയതുകൊണ്ട് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഏതപ്പൻ്റെ ബർത്ത്ഡേ വരാൻ പോവാണ്. ഈ 27th അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ചെറിയ ഒരു പർച്ചേസ് ഉണ്ട്. ബർത്ത്ഡേ പ്രമാണിച്ചിട്ടുള്ള വലിയ പർച്ചേസ് ഒന്നുമല്ല, അങ്ങനെ വലിയ ബർത്ത്ഡേ പരിപാടിയൊന്നുമില്ല. പിന്നെ ചാച്ചൻ്റെ കാര്യം, ചിലപ്പോൾ ചാച്ചൻ വരും, വരാനും വരാതിരിക്കാനും ചാൻസ് ഉണ്ട്. ശരിക്കും ആള് ഞങ്ങളെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളുണ്ടെങ്കിലോ ഒറ്റയ്ക്ക് അങ്ങനെ വിടാറില്ല, ആള് വരാറുണ്ട്. അപ്പോൾ ഇതും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പപ്പയ്ക്ക് ഒന്നാമത് പനി ആയതുകൊണ്ട് പപ്പ റെസ്റ്റിലാണ്. അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഏതപ്പനൊരു ചെറിയൊരു ചെരുപ്പൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ചാച്ചൻ വരുമ്പോൾ എന്തായാലും കൊണ്ടുവരും, വരാണെന്നുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ വരില്ല എന്നുണ്ടെങ്കിൽ സമയത്ത് ഞാൻ പോയി വാങ്ങും. അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പം അതിനാണ് ഞാൻ കാറിൽ കയറി ഇരിക്കുന്നത്. അപ്പോൾ ഏതപ്പൻ ഉറങ്ങാണ്, ഡോണും അമ്മയാണ് വരുന്നത്. അപ്പോൾ ഏതപ്പൻ നല്ല ഉറക്കമായതുകൊണ്ട് ഐശ്വൻ്റെ അടുത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവൻ എണീക്കണേക്ക് മുമ്പ് പോയിട്ട് വരണം. അപ്പോൾ എനിക്കങ്ങനെ കവർ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, കാരണം ഡോണു എൻ്റെ കയ്യിലായിരിക്കണം മിക്കവാറും, അറിയില്ല. അപ്പോൾ ഞാൻ കവർ ചെയ്യാൻ പറ്റുന്നത് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുട്ടി പർച്ചേസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അമ്മ ഓരോന്ന് നോക്കി നടക്കുന്നുണ്ട്. ഞാനും ഡോണും കട്ട പോസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ മുറ്റം തൂത്ത് വരാനായിട്ട് ഒരു സ്റ്റിക്ക് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ചൂലുകൊണ്ട് അടിച്ചു വരാമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നടക്കണ കാര്യമല്ല. കാരണം അമ്മാതിരി ചവറാണ്, റബ്ബറിൻ്റെ എല്ലൊക്കെ വന്ന് മുറ്റം നിറയെ മൂടിയേക്കാണ്. അപ്പോൾ അത് തൂത്ത് വരണം എന്നുണ്ടെങ്കിൽ ആ സ്റ്റിക്ക് പോലത്തെ സംഭവം ബെസ്റ്റ് ആയിരിക്കുമെന്ന് തോന്നിയിട്ട് അത് വാങ്ങി. അങ്ങനെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആവശ്യമുള്ളത് മാത്രം എടുത്ത് നമ്മൾക്ക് ബാത്റൂം ബ്രഷൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി ഞാനും ഡോണും അമ്മയുടെ പിന്നാലെ ഇങ്ങനെ നടക്കാണ്ട്, കാരണം അമ്മയാണ് ഓരോന്ന് നോക്കി നോക്കി വാങ്ങുന്നത്. അങ്ങനെ നോക്കി നോക്കി ഞങ്ങൾ ഒരു പ്ലേറ്റ് കണ്ടു. ഈ പ്ലേറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിപ്പിന് വാങ്ങി കൊടുക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടോ. കാരണം ഇതിലൊക്കെ കുറേ ഫുഡ് കഴിച്ചിട്ടുള്ളതല്ലേ, ഓരോ കളിയിൽ ഓരോ കറിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറേ കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് വാങ്ങി ഏതപ്പിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി അവൻ അതിൽ കഴിക്കില്ലോ എന്നൊന്നും അറിയില്ല, എന്നാലും വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏതപ്പിന് ഒരു ഷൂ വാങ്ങണമായിരുന്നു. ഷൂ അല്ല, ചെരുപ്പ്. ഷൂ ഞാൻ എന്തായാലും ചാച്ചൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ആൾ വരാണെന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ട് വരും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വേറൊരു ദിവസം വന്നിട്ട് അവന് ഷൂവും വാങ്ങണം. അപ്പോൾ ഞാനിപ്പോൾ അവനകത്തിടാൻ, വീടിൻ്റെ അകത്തിടാനായിട്ടൊരു ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവൻ ഇതേപോലത്തെ സ്ലിപ്പർ ടൈപ്പ് ചെരുപ്പിൽ ഇടാൻ പോകുന്നത്. ഇത്രയും നാൾ ഷൂ ടൈപ്പാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ വിരലിങ്ങനെ കയറ്റണ സംഭവം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവൻ ഇടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും വാങ്ങാണ്, ഇട്ട് പഠിപ്പിക്കണമല്ലോ, നമ്മളെല്ലാവരും പഠിപ്പിക്കണമല്ലോ. അപ്പോൾ അത് വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ടാൽ മതിയായിരുന്നു. ഇത്രയും നാളും ഷൂ ഇട്ട ആൾ ഈ ഒരു സ്ലിപ്പർ ഇടുമ്പോൾ എങ്ങനെ നടക്കും, എന്താവും എന്നൊന്നും അറിയില്ല. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ ഒരു വള്ളിയുള്ളൊരു സംഭവമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വള്ളി കട്ട് ചെയ്ത് കളയാം, വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വള്ളി കട്ട് ചെയ്ത് കളയാം. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് പച്ചക്കറി ഒന്നും വാങ്ങാൻ അറിയാൻ പാടില്ല കേട്ടോ. പപ്പയാണ് എല്ലാം വാങ്ങിക്കൊണ്ട് വരുന്നത്. ഇന്നിപ്പോൾ പപ്പില്ലാത്ത തന്നെ അമ്മ ഓരോന്ന് തപ്പിപ്പിടിച്ച് വാങ്ങാണ്. കാരണം അങ്ങോട്ട് കൊണ്ടു ചെല്ലുമ്പോൾ എന്താ നല്ലതല്ല എന്നുണ്ടെങ്കിൽ പപ്പടയിൽ നിന്ന് ചീത്ത കേൾക്കും. അപ്പോൾ നോക്കി നോക്കി വാങ്ങാണ്ട പപ്പ വാങ്ങണതൊക്കെ അമ്മയ്ക്ക് അറിയാൻ, കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ നോക്കി വാങ്ങണതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിടിച്ചാ ഇഷ്ടായ കിട്ടിയ അതിലെന്നിട്ടൊക്കെയല്ലേ
പൊന്നിനൊരു സാധനം ഉണ്ട്. പൊന്നിന്റെ സാധനം എവിടെ അമ്മ? ഏതപ്പാ? ദേന ചേട്ടന് ഡോണു അത് വാങ്ങിച്ചോ? അത് അമ്മ വെക്കാം. ഡോണിന്റെ അത് വാങ്ങ്. ഓപ്പൺ ചെയ്. ഐഷ ഓപ്പൺ ചെയ്തേടി. ഓപ്പൺ ചെയ്തേ. ഇങ്ങോട്ട് വാ, എന്നിട്ട് ഐഷമ്മ ഇടിച്ചു തരും. വാ. അതെ ഗൈസ്, അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ അവൻ ഇങ്ങനത്തെ ഒരു ചെരുപ്പിടുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. എന്തോ പേടിച്ചിട്ടാണ് അവൻ നടക്കുന്നത്. കാരണം ഇത്രയും നാളും ഷൂ ഇട്ടിട്ട് ഇങ്ങനെ ഈ വിരൽ കയറ്റിയിടുന്ന ചെരുപ്പ് ഇതുവരേക്കും അവൻ ഇട്ടിട്ടില്ലല്ലോ. കാര്യം ഞങ്ങളൊക്കെ വീട്ടിലകത്ത് ചെരുപ്പ് ഇട്ടിട്ടാണ് നടക്കുക കേട്ടോ. ബാത്റൂമിൽ വേറെ ചെരുപ്പ്, അകത്ത് വേറെ ചെരുപ്പ്, പുറത്ത് വേറെ ചെരുപ്പ്, അങ്ങനെയാണ് ഇട്ട് നടക്കുന്നത്. കാരണം അത് ശീലിച്ചു പോയി. പിന്നെ തണുപ്പ് അധികം അടിക്കുമ്പോൾ കുറച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാണ് തണുപ്പ് കാലിലേക്ക് അടിക്കുമ്പോൾ. അപ്പോൾ അത് കാരണം ഞങ്ങളെല്ലാവരും ചെരുപ്പിട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചെരുപ്പ് ഇതേപോലത്തെ സ്ലിപ്പർ ടൈപ്പ് ആയതുകൊണ്ട് അവൻ ഞങ്ങളുടെയൊക്കെ ചെരുപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ ഞങ്ങൾ സമ്മതിക്കാറില്ല, കാരണം വേറൊരാളുടെ ചെരുപ്പിട്ട് ഇടിച്ച് പഠിപ്പിക്കരുതല്ലോ. അപ്പോൾ ഞങ്ങൾ സമ്മതിക്കാറില്ല. പക്ഷെ അവൻ അങ്ങനെ ഇട്ട് നോക്കാറുണ്ട് ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ചിട്ട്. അപ്പോൾ അത് കണ്ടിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു സ്ലിപ്പർ ടൈപ്പ് ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചത്. എന്തായാലും അവൻ ഇട്ടു. ഞാൻ ഇടുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവൻ ഇട്ടു. പിന്നെ അവന് ഭയങ്കര സന്തോഷമായി. അവൻ ഇനിയിപ്പോൾ ഇട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, കാരണം അവൻ്റെ മുഖത്ത് ആ ഒരു പുഞ്ചിരി വിടർന്നല്ലോ, സന്തോഷമായല്ലോ, അത് മതി. എന്തായാലും ഇട്ടിനി പഠിപ്പിക്കണം, നമ്മൾ ഓരോന്നോരോന്ന് പഠിപ്പിക്കണം. അതിൻ്റെ ഇടയിലാണ് ഐഷു ഇടിച്ചു കൊടുത്തതിൽ അവൻ കാല് ഒരു വിരൽ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാല് കയറ്റിയിട്ടുണ്ടായില്ല എന്ന് മനസ്സിലായത്. എന്നിട്ട് പോലും അവൻ ഇങ്ങനെ പിച്ച വെച്ച് നടക്കുകയാണ് കേട്ടോ. എന്തോ ഒരു സംഭവം ഇങ്ങനെ കാലിൽ കിടക്കണം പോലെയാണ് അവന് തോന്നണത്. പിന്നെ ഇതിപ്പോൾ സുന്ദര എന്നൊക്കെ വിളിച്ചതിൻ്റെ ആ ഒരു ഗമയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ സുന്ദര എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കണതിൻ്റെ ഓപ്പോസിറ്റ് അവൻ തിരിഞ്ഞിട്ടൊരു കള്ളച്ചിരി ഉണ്ട് കേട്ടോ. ആ കള്ളച്ചിരി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് സുന്ദര എന്ന് വിളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ ആ കള്ളച്ചിരി കാണാനായിട്ട്. നമ്മൾ എന്തെങ്കിലും അവനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ചിരിക്കും. ഇപ്പോൾ ദേ എൻ്റെ കൈ പിടിച്ചിട്ടാണ് നടക്കണത്. എന്തോ അവൻ വീഴാൻ പോണ പോലെ, എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ശരിയായിക്കോളും, കാരണം ശീലമില്ലാത്ത സംഭവമല്ലേ, ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കണത്. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ വീഴാൻ പോണ പോലെയൊക്കെ നടക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഐശ്വര്യ ആ സ്റ്റിക്ക് നമ്മൾ മുറ്റടിക്കാൻ, ഞാൻ പറഞ്ഞില്ലേ വാങ്ങിയ സ്റ്റിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആരും ചെയ്യണേക്ക് മുമ്പ് അവൾ ഓടിയേക്കാണ് കേട്ടോ. ഇനി ഇത് മുഴുവനും ഞങ്ങൾക്ക് അടിച്ചു തൂക്കാനുണ്ട്. റോഡ് എന്തായാലും അടിച്ചു തൂക്കണമൊന്നുമില്ല, നടുവൊടിയും. മുറ്റം എന്തായാലും കുറച്ച് ക്ലീൻ ആക്കാനുണ്ട്, കാരണം ഭയങ്കര ചവറാണ്. ഇന്നാണ് ഒരു ഇച്ചിരി വെയിൽ കണ്ടേക്കണത്. രാവിലത്തെ മഴയൊക്കെ മാറിയിട്ട് ഇപ്പോൾ ദാ ഇലയൊക്കെ ഇച്ചിരി അത്യാവശ്യം ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. അത് കാരണം അടിച്ചു വരാനായിട്ട് കുറച്ച് ഈസിയാണ്. അപ്പോൾ ദാ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ മുട്ടി നിൽക്കുകയാണ് കേട്ടോ അവൻ്റെ ചെരുപ്പിട്ടിട്ട്. അപ്പോൾ ഞാൻ വേറൊരു സമ്മാനം കൂടി അവന് വാങ്ങിയിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ അവന് വാങ്ങിയ പാത്രം കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിട്ട്. പക്ഷെ ആ കൊടുക്കണ ആ ഒരു ഇത് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് പാത്രം കവറിൽ നിന്ന് എടുത്തതിന് ശേഷം ദാ എല്ലാവരെയും കാണിക്കുകയാണ് കേട്ടോ. ഐഷു പുറത്തായതുകൊണ്ട് ഐഷുവിനെ ഓടി വന്ന് കാണിച്ചേക്കണതാണ്. പിന്നെ അപ്പാപ്പയ്ക്ക് കൊടുക്കുകയാണ്, അതിലെന്തോ ഉള്ള പോലെ ഇങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ. അവൻ എന്തായാലും ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു തിരിഞ്ഞു പോലും നോക്കൂലെന്ന്, പക്ഷേ ആൾക്ക് ഇഷ്ടമായി. അവനെ കൊണ്ടുപോകാണ്ട് വാങ്ങിയേക്കണതല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താവും അവസ്ഥ. പിന്നെ അവൻ അങ്ങനെ ഇന്നത് വേണം എന്നുള്ള വാശിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കൊടുത്തത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ അംഗീകരിക്കുമില്ല, അതുണ്ടെങ്കിൽ അത് നോക്കൂല. അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പാക്ക് ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് ഡോണും ഭയങ്കര നോട്ടാണ്. ഇത് എന്തൊക്കെ ഈ അമ്മ മുഖത്തിട്ട് വാരി വെച്ചേക്കണേ,
ഇതെന്താ കാക്ക കുളിച്ച കൊക്കാവില്ല, എന്തങ്ങോട്ട് തേച്ചിട്ടും മെനയാവണില്ലല്ലോ എന്നൊക്കെയാണ് അവൻ്റെ മനസ്സിൽ ഇങ്ങനെ മിന്നിമായുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതെൻ്റെ സ്ഥിര റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ ചായക്ക് കുടിച്ചപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ബൈ.